ഹായ്, നമസ്കാരം. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ആണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഒരു വരുമാനം അത്യാവശ്യമാണ്. ഇന്നത്തെ ജീവിത നിലവാരം വളരെ ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മളുടെ വരുമാനം വളരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ചിലവുകൾ കൂടുന്നു, മറുഭാഗത്ത് വരുമാനം കുറയുന്നു. അപ്പോൾ നമുക്ക് അഡീഷണലായ ഒരു വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ വളരെ ലളിതമായ ഒരു പദ്ധതി, ഒരു അവസരമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇന്ന് നമുക്കറിയാം, ഒരു വീട്ടമ്മമാർ അല്ലെങ്കിൽ ഞാനൊക്കെ സർക്കാർ സർവീസിൽ ജോലി ചെയ്ത് റിട്ടയറായിട്ട് 4-5 വർഷമായി, 5 വർഷത്തിന് മുകളിലായി. ഞാനിപ്പോൾ ഈ പ്രസ്ഥാനത്തിലൂടെ നേരിയ തോതിലുള്ള വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പെൻഷൻ അപ്പുറം നമുക്കൊരു വരുമാനം നമുക്ക് ആവശ്യമാണ്. അതിനേക്കാൾ ഉപരി നമുക്ക് ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നിരവധിയായ രോഗങ്ങൾ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടുകയാണ്. ഒരാശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ചികിത്സാ ചെലവുകൾ അതിലേറെ. അതിനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിലുണ്ടോ? നമ്മൾ പലപ്പോഴും ആ സാമ്പത്തിക ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് പോകുന്നത്. എല്ലാ ആളുകൾക്കൊന്നും ഇൻഷുറും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു 50 വയസ്സിന് മുകളിൽ വരാൻ സാധ്യതയുള്ള കുറേ രോഗങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, പുരുഷന്മാരാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലെ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും. സ്ത്രീകളാണെങ്കിൽ അവർക്ക് വൈറ്റമിൻ്റെ പ്രശ്നം, വിറ്റാമിൻ ഡിയുടെ പ്രശ്നം, അതുമായിട്ട് ബന്ധപ്പെടുന്ന യൂട്രസുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ, അവരുടെ മെൻസസ് നിൽക്കുമ്പോൾ, മെനോപ്പസ് ആകുമ്പോൾ ഉണ്ടാകുന്ന പലവിധ അസ്വസ്ഥതകൾ, രോഗങ്ങൾ, ഇങ്ങനെ പറയുന്ന നിരവധിയായ രോഗങ്ങൾ പല ആളുകളുടെയും പല സ്ത്രീകളുടെയും ഗർഭാശയത്തിൽ മുഴകൾ, സിസ്റ്റുകൾ, ഫൈബ്രോയിഡുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടുവരുന്നു. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട നിരവധിയായ രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് തുടങ്ങി നിരവധിയായ പ്രയാസങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ പരിധിവരെ നമുക്ക് മോചനം നേടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ഇതിൻ്റെ പുറകെ ഞാൻ പല വീഡിയോകളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഇന്ന് നമുക്കറിയാം, ഷുഗർ എന്ന് പറയുന്നത് 30 വയസ്സ് മുകളിലോട്ടുള്ള ആളുകൾക്ക് കണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ ഈ ഡയബറ്റീസിന് നമ്മൾ മരുന്ന് കഴിക്കണോ വേണ്ടയോ? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം വളരെ കുറവാണ്. ഇന്ന് ശരീരത്തിന് എക്സസൈസ് ഇല്ലായ്മ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി എല്ലാം വാരും വലിച്ചും തിന്നു കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന് ഒരു എക്സസൈസ് ഇല്ല. നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എനർജി എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കാതെ വരുമ്പോൾ ആ എനർജി നമ്മുടെ ശരീരത്തിൽ തന്നെ സേവ് ചെയ്തുകൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള ദുർമേധസ്സുകൾ നമ്മളെ അലട്ടുകയാണ് ചെയ്യുന്നത്. ഇന്ന് പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഇന്ന് പല നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യമെന്ന് പറയുന്നൊരു സാധനം നമ്മളെ സംബന്ധിച്ചോളം ഇല്ല. ഉണ്ടോ? വളരെ കുറവാണ്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, മിനറലുകൾ, ഇങ്ങനെ പറയുന്ന
കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? പഴവർഗ്ഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രൂട്ട്സുകൾ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറേയധികം വെൽനസ് ഉൽപ്പന്നങ്ങളാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാനന്തവാടിയാണ്, പേര് മാത്യൂസ് എന്നാണ്, എല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ താഴെയങ്ങാടി, മാനന്തവാടി താഴെയങ്ങാടി ഒരു ഹോമിയോ ക്ലിനിക്ക് നടത്തി വരികയാണ്. ലൈഫ് കെയർ ഹോമിയോ ക്ലിനിക്ക് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം നടത്തി വരുന്നു. ഇവിടെ എല്ലാവിധ രോഗങ്ങൾക്കും ചികിത്സയുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഉപരി ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മുടെ ശരീരത്തിന് രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. രണ്ട്, നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക. ഈ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ദിവസം ഞാൻ ഇതിൻ്റെ PPT ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വരുമാനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കറിയാലോ, വരുമാനം എന്ന് പറയുന്നത് ഇതൊരു മണി ചെയിനൊന്നും അല്ല കേട്ടോ. നിങ്ങളങ്ങനെയൊന്നും കേട്ട് തെറ്റിദ്ധരിക്കരുത്. കുറേയധികം വെൽനസ് ഉൽപ്പന്നങ്ങളാണ്. അത് നമ്മുടെ ശരീരത്തിന് എങ്ങനെയൊക്കെ ഗുണം ചെയ്യും, രോഗം വരാതെ നമ്മൾ ശരീരത്തെ സംരക്ഷിക്കേണ്ടത് എങ്ങനെ, ഇതൊക്കെയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ രോഗം വരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനും വരുന്ന രോഗത്തെ കുറേയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താനും അതിനേക്കാൾ ഉപരി സാമ്പത്തികമായി ഒരു നേട്ടമുണ്ടാക്കാൻ. നമുക്കറിയാം, സമ്പത്ത് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുണ്ടാവുന്ന ഒന്നല്ല. നമുക്കറിയാലോ, വളരെ എല്ലാ വിഷയത്തിലും നമ്മൾ നന്നായിട്ട് ഗൗരവത്തിൽ തന്നെ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്ന് പല ആളുകളും എന്താണ്, ഒരു പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വരുമാനം കിട്ടണമെന്നുള്ളതാണ്. ആ ബിസിനസ് എന്താണെന്ന് പഠിക്കുക. അത് ഞാനിവിടെ പറയുന്നത്, ഞാനൊരു ബിസിനസ് അവസരത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിനേക്കാൾ ഉപരി വലിയൊരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് നമ്മൾ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. നമുക്കറിയാം, ഒരു തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ തെങ്ങിൽ നിന്ന് വരുമാനം ഉണ്ടാവണമെങ്കിൽ മിനിമം 4 വർഷം കാത്തിരിക്കണം, അല്ലേ? 4 വർഷം കാത്തിരുന്നാൽ അതിനകത്ത് ഒരു തേങ്ങയായിരിക്കും ഉണ്ടാവുക, അല്ലെ 2 തേങ്ങയായിരിക്കും ഉണ്ടാവുക. 3-ാമത്തെ വർഷം ഒരു 3-4 തേങ്ങ ഉണ്ടായി, 5-ാമത്തെ വർഷം ഒരു 3-4 തേങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ 6, 7, 8, ശരിക്കും അതിനകത്ത് വരുമാനം കിട്ടാൻ ഒരു 7-8 വർഷം കാത്തിരിക്കേണ്ടി വരും. ഇങ്ങനെ തന്നെയാണ് എല്ലാവിധ നമുക്ക് സ്ഥിരമായി വരുമാനം കിട്ടുന്ന കുറേയധികം ഉൽപ്പന്നങ്ങൾ. അതായത് നമുക്കറിയാം, റബ്ബർ വെച്ച് കഴിഞ്ഞാൽ 5 വർഷം വേണം. ഇനി വാഴ ഒക്കെ ആണെങ്കിൽ നമുക്ക് 1 വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ അതിനേക്കാൾ ഒരു സ്ഥിര വരുമാനം ഉണ്ടാവാൻ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ഒരു പ്രൊഫഷനായി നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പ്രൊഫഷനായി നമ്മൾ പഠിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർത്ത് ഒരു ഡോക്ടറാവാൻ, ഒരു എൻജിനീയർ ആവാൻ, ഒരു വക്കീലാവാൻ, ഇനി ഏത് വിഭാഗത്തിലാണ് ഒരു പ്രൊഫഷണൽ കോഴ്സിന്, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആവാൻ, ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നിരവധിയായ സമയം ആവശ്യമാണ്. ചുരുങ്ങിയത് 4 മുതൽ 5 വർഷം വരെ. 1 വർഷം അതിൻ്റെ പരിശീലനവും കഴിയുമ്പോൾ 5-6 വർഷമാകും ഒരാൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ. എന്നാൽ തുടക്കത്തിൽ അവർ ജോലി ചെയ്യുന്ന പാട് തന്നെ ഒരു വരുമാനം പൂർണ്ണമായ രൂപത്തിൽ കിട്ടുമോ? ഇല്ല. എന്നാൽ ഗവൺമെൻറ് സർവീസിലൊക്കെ കിട്ടുവാണെങ്കിൽ നിശ്ചിതമായൊരു ശമ്പളം, അതെല്ലാവർക്കും ഫിക്സഡ് ആയിരിക്കും. എന്നാൽ നമ്മൾ ആലോചിക്കുക, ഒരു ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അതിനെന്ത് വേണം? അതിന് സമയം വേണം. ആ സമയം അത് നമ്മൾ പഠിക്കണം. നമുക്ക് ഇതിൻ്റെ കൃത്യമായി നമ്മൾ പഠിച്ച് ആ വിഷയം നമ്മൾ മനസ്സിലാക്കി, ഈ ഉൽപ്പന്നങ്ങളൊക്കെ നല്ലതാണോ മോശമാണോ എന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കി, അത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കി, നമ്മൾക്ക് അത് എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കാര്യത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളിതെല്ലാം സശ്രദ്ധം വീക്ഷിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.